ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ഇപ്പോഴും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, സർ എക്സിനെ അട്രാക്ട് ചെയ്യാൻ എന്താണ് ചെയ്യുക? ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കമൻറ്റിൽ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നി പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ പഴയ വീഡിയോസ് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 3 മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഐ മീൻ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പേരിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. പക്ഷെ നിങ്ങൾക്കൊരാഗ്രഹം ആ വ്യക്തിയുമായിട്ട് ഇനിയും ഒരു റിലേഷൻഷിപ്പ് വേണം, ഒന്നിച്ച് മുന്നോട്ട് പോകണം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? 3 മാർഗങ്ങൾ നോക്കാം. ഒന്നാമത്തേത് റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്നുള്ളതാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് റിവേഴ്സ് സ്ക്രിപ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് A4 അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേജോ എടുത്തുകൊണ്ട് അതിൽ എഴുതുകയാണ് വേണ്ടത്. ഒരു 2 പാരഗ്രാഫ് വരുന്ന രീതിയിൽ ഒരു പേജിൽ കംപ്ലീറ്റ് എഴുതുക. ഒരു കത്ത് എഴുതുന്ന പോലെയാണ് എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് പറയാം. നിങ്ങൾ സങ്കല്പിക്കേണ്ടത് ആ വ്യക്തി എഴുതുന്നത് പോലെയാണ്. അപ്പോൾ ഫ്രം എന്നുള്ളത് ആ വ്യക്തിയുടെ അഡ്രസ്സ് ആയിരിക്കും. അത് പേരും സ്ഥലം മാത്രമേ അറിയുമെങ്കിൽ അത് എഴുതിയാൽ മതി. ഇനി പേര് മാത്രമേ അറിയുമെങ്കിൽ അത് എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ. ടു എന്നുള്ള അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് ആയിരിക്കണം. എന്നിട്ട് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പേപ്പറിൽ എഴുതേണ്ടത്. എന്തൊക്കെയാണ് എഴുതേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണോ അതാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ പേര് ആദിഷ് എന്നാണല്ലോ, എനിക്കാണ് ഒരാൾ കത്തെഴുതുന്നതെങ്കിൽ, ഹായ് ആദിഷ്, എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു തീർക്കണം. നമുക്ക് പഴയ പോലെ ഒന്നിച്ച് വളരെ നല്ല സ്മൂത്തായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തുടക്കം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു 2 പാരഗ്രാഫ് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആകുന്ന രീതിയിൽ അവർ നിങ്ങൾക്ക് എഴുതുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അത് എഴുതിയതിന് ശേഷം പറ്റുമെങ്കിൽ പോസിബിൾ ആണെങ്കിൽ ഒരു 5-10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ അത് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് വരും, പോസ്റ്റിൽ വരും അല്ലെ. ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരും. വരുന്ന സമയത്ത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അത് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീല് ആ വ്യക്തി നിങ്ങൾക്ക് അയച്ചതുപോലെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങളത് മാക്സിമം ഫീലോട് കൂടിയിട്ട് അത് വായിക്കുക. ഇത് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരുന്ന ആൾക്കും ഭ്രാന്താണെന്ന് തോന്നും, ഇത് ചെയ്യുന്ന ആൾക്കും ഭ്രാന്താണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ബിലീവ് ചെയ്യും. കാരണം അതിന് സത്യമാണോ നുണയാണോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് അത് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കും. സോ അത് മാക്സിമം ഫീൽ ചെയ്യുക. ഇനി ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എടുത്തു വെക്കുക. അടുത്ത ദിവസം എടുത്തിട്ട് നിങ്ങൾക്ക് വന്ന ഒരു കത്താണെന്ന് സങ്കല്പിച്ചിട്ട് മാക്സിമം അത് റീഡ് ചെയ്യുക. അപ്പോൾ മാക്സിമം അത് ഫീൽ ചെയ്യുക, ആ വ്യക്തി നിങ്ങളോട് പറയുന്നതായിട്ട്. അങ്ങനെ ഒരു കുറച്ച് ദിവസം, ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം കൃത്യസമയത്ത്, ഒരു ദിവസം ഏത് സമയത്താണോ എടുത്ത് വായിക്കുന്നത് അതേ സമയത്ത് തന്നെ ഒരു 7 ദിവസം വായിക്കുക. ഒന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെയുള്ള സമയം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ചൂസ് ചെയ്യാം. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. എന്നാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്നാണ് ഇതിനെ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുക. അപ്പോൾ എക്സ് ബാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ടെലിപ്പതിയാണ്. അത് പല രീതിയിലുണ്ട്. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു മെത്തേഡ് ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ ഈ ടെലിപ്പതിയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊരു റിസൾട്ട് വേണം, പെട്ടെന്നൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ടെലിപ്പതി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്നുമില്ല, കണ്ണടക്കുക, ബ്രീത്തിങ് ചെയ്യുക, മനസ്സിനെ കാമാക്കുക.
അതിനുശേഷം നിങ്ങൾ അവരോട് എന്തൊക്കെയാണോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിക്കാം നിങ്ങൾക്ക്. അപ്പം നേരിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മൾ സംസാരിക്കുക, ആ സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്ത് മനസ്സിനെ കാമാക്കി ഓപ്പോസിറ്റ് ആ വ്യക്തി ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സംസാരിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കണ്ണടച്ചു ബ്രീത്ത് ചെയ്തു എന്ന് വിചാരിക്കുക 1-2 മിനിറ്റ്. മൈൻഡ് കാമായതിന് ശേഷം ഞാൻ നിന്നോട് അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാണ്, നീ എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പൊക്കൂടെ എന്നുള്ള രീതിയിൽ അങ്ങനെ തുടക്കം കുറിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുക. ആ ഓപ്പോസിറ്റ് ആ വ്യക്തി ഉള്ളതായി സങ്കല്പിച്ച് അവരുടെ മുഖത്ത് നോക്കിയിട്ട് വേണം പറയാൻ. അങ്ങനെ പറയുമ്പോൾ ആ സാധനങ്ങൾ ടെലിപ്പതിയായിട്ട് അവിടെ കിട്ടുകയും അവരുടെ മനസ്സ് ഹീലാവുകയും നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്റ്റ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങളെ വിളിക്കാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതുവഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇതാണ് ടെലിപ്പതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കാവുക എന്നൊക്കെ പല ആളുകളും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കും. അത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വർക്കാണ്. നമ്മുടെ തോട്ടിനൊരു വൈബ്രേഷനുണ്ട്. ആ വൈബ്രേഷൻ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകളിലോട്ട് കണക്റ്റഡ് ആവും. എസ്പെഷ്യലി കണക്റ്റഡ് ആയിരുന്ന ആളുകളിൽ പെട്ടെന്ന് അത് കണക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അപ്പം അത് ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പില്ലോ മെത്തേഡ് എന്നുള്ളതാണ്. ഈ പില്ലോ മെത്തേഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും കണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിളായിട്ട് ചെയ്യുന്ന രൂപം പറയാം. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്. 2 സെപ്പറേറ്റ് ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല, ഇനി ഒന്നിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല. ആ ഫോട്ടോ പ്രിൻ്റ് എടുക്കുക. ആദ്യം കളർ പ്രിൻ്റ് തന്നെ ആയിക്കോട്ടെ. പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പില്ലോയുടെ കവറിന് ഉള്ളിലായിട്ട് വെക്കുക. എന്നിട്ട് കിടന്നുറങ്ങുക. അടുത്ത ദിവസം കിടക്കാൻ പോകുന്ന സമയത്ത് ആ പില്ലോയുടെ കവറിനുള്ളിൽ നിന്ന് ആ ഫോട്ടോ എടുക്കുക. ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു 10 ബ്രീത്ത് ചെയ്ത് ഔട്ട് ചെയ്യുക. ഒന്ന് മൈൻഡ് കാമാക്കിയതിന് ശേഷം ആ ഫോട്ടോയിലോട്ട് 1 മിനിറ്റ് അറ്റൻഷൻ കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ സന്തോഷകരമായ ബന്ധത്തിലാണ് എന്നൊരു 3 തവണ പറയുക. എന്നിട്ട് ആ ഫോട്ടോ പില്ലോയുടെ കവറിനുള്ളിൽ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങുക. ഇത് ഡെയിലി കിടക്കുന്നതിന് മുമ്പ് എടുക്കുക. ഇത് 3 തവണ പറയുക. വീണ്ടും അവിടെ തന്നെ വെക്കുക, കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും. അത് പാച്ചപ്പ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇത് നടക്കുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചോ അതിൻ്റെ പവറിനെ കുറിച്ചോ നിങ്ങളുടെ ചിന്തയുടെ ശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടായിരിക്കാം. സോ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് മാം അല്ലെങ്കിൽ സർ, എനിക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, അതിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാനാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞു തരും. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, കൂടുതലായിട്ട് പഠിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതം മനോഹരമാവും. ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ. ഹായ് ചേച്ചി. ചേച്ചി, ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ആളെൻ്റെ അടുത്തേക്ക് വന്നു. ഹി ജസ്റ്റ് ടോക്ക് ടു മീ. എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്താ പറയുക, ഇങ്ങനെ എൻ്റെ പഴയ പോലെ അല്ല ഇപ്പോൾ. എൻ്റെ അടുത്ത് ഭയങ്കര ജസ്റ്റ് ലൈക്ക് എന്നൊരു എനിക്കൊരു പ്രയോറിറ്റി അവൻ തരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ.
പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കൊന്നും വയ്യാത്ത കാരണം പിന്നെ അത് ക്യാൻസൽ ചെയ്തു. ബട്ട് ഹീ ഈസ് വെരി നൈസ് ടു മീ നൗ ഡേയ്സ്. എൻ്റെ അടുത്ത് നിന്ന് മീൻസ് നല്ല രീതിയിൽ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മെസ്സേജസിന് റിപ്ലൈ ഉണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്.